തുടർച്ചയായ 4-ാം തവണയാണ് അടൂർ പ്രകാശ് കോന്നിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുന്നത്. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ആദ്യം ആരോഗ്യം, കയർ എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് വഹിച്ചിരുന്നത്. പിന്നീട് നടന്ന അഴിച്ചുപണിയിൽ റവന്യൂ വകുപ്പിന്റെ ചുമതല ലഭിച്ചു. ഭൂപരിഷ്കരണം, ലീഗൽ മെട്രോളജി, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എന്നിവയുടെ ചുമതലയുമുണ്ട്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ പുലർത്തിയ മികവ്, കയർ മേഖലയുടെ ക്ഷേമത്തിനായി നടത്തിയ ശ്രമങ്ങൾ ഇവയൊക്കെയാണ് AM മോട്ടോഴ്സ് നെക്സ്റ്റ് മാധ്യമം മീഡിയ വൺ ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡിൽ അടൂർ പ്രകാശിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ മന്ത്രിയെ പിന്തുണയ്ക്കുന്നവർ നിരത്തുന്ന കാരണങ്ങൾ. മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്ന മറ്റ് 4 ജില്ലകളിലായിട്ട് 4 സർക്കാർ തലത്തിലുള്ള മെഡിക്കൽ കോളേജ് അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. ഈ നിർദ്ധനരായ ആളുകൾക്കുള്ള 3 സെൻറ്റ് വെച്ചുള്ള ആ ഭൂമി കൊടുത്തത്, അതുപോലെ തന്നെ ഭൂമിഗീതം എന്ന പരിപാടിയിൽ കൂടെ തന്നെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹത്തിന് മാറുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി പരാജയമായിരുന്നുവെന്നതിന് തെളിവുകൾ നിരത്തിയാണ് വിമർശകർ ഇതിനെ നേരിടുന്നത്. കോന്നി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ബാഹുല്യം ചൂണ്ടിക്കാട്ടി മികച്ച മന്ത്രിയെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പിൽ തങ്ങളുടെ വോട്ട് അടൂർ പ്രകാശിനെന്ന് ഉറപ്പിച്ചു പറയുന്നു കോന്നിക്കാർ. ജനങ്ങളുടേതായ വലിയൊരു ആഗ്രഹമായിരുന്നു കോന്നിയിലൊരു താലൂക്ക് വേണമെന്നുള്ളത്. ആ താലൂക്ക് അദ്ദേഹം റവന്യൂ വകുപ്പ് സ്വീകരിച്ചപ്പോൾ അതിൻ്റെ താലൂക്ക് കൊണ്ടുവന്നു. വികസന കാര്യങ്ങളിൽ മികച്ച ശ്രദ്ധ പുലർത്തുന്നയാളും വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക സാമർഥ്യമുള്ള മന്ത്രിയുമായാണ് നാട്ടുകാർ അടൂർ പ്രകാശിനെ വിലയിരുത്തുന്നത്. സോളാർ അഴിമതി വിവാദത്തിലും പട്ടയ വിതരണം, റവന്യൂ ഭൂമി പതിച്ചു നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുമെല്ലാം പലതവണ മന്ത്രി അടൂർ പ്രകാശിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. മീഡിയ വൺ, പത്തനംതിട്ട.